എവ്രി വൺ, നിങ്ങളൊരു ചോക്ലേറ്റ് ലവറാണോ? ഞാനൊരു ഭയങ്കര ചോക്ലേറ്റ് ലവറാണ് കേട്ടോ. ഞാനും ചോക്ലേറ്റും ഒരുമിച്ചുണ്ടായതാണോ എന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ട്. അത്ര ഇഷ്ടമാണ് എനിക്ക്. ഏത് രൂപത്തിൽ ഉണ്ടാക്കി തന്നാലും ഞാൻ ഓക്കെയാണ്. അത്രയും ഒരു ആത്മാർത്ഥ ബന്ധം കേട്ടോ ഞാനും ചോക്ലേറ്റും തമ്മിൽ. ഈ ഒരു ആത്മാർത്ഥ ബന്ധം എനിക്ക് തന്നെ കേടാന്ന് വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിവാക്കാറുണ്ടോ ഈ ഒരു സാധനത്തിന്. എനിക്കിപ്പോൾ എന്തെങ്കിലും ടെൻഷനായിട്ട് ഇരിക്കുമ്പോൾ, സങ്കടമായിട്ട് ഇരിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് പീസ് കിട്ടിയാൽ ഞാൻ ഓക്കെ ആയിട്ടോ, ഞാൻ ഹാപ്പി ആയിട്ട് മാറും. ഇത് ഞാൻ ആരോടെങ്കിലുമൊക്കെ പറയുമ്പം എന്നെ വേണ്ടപ്പെട്ടല്ലോ പറയല് ഇതൊരു അഡിക്ഷനാണ്, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെയാണ് എന്നോട് ചില ആൾക്കാരുകളും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എന്നോട് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഞാനൊരു സ്വീറ്റ് ലവറും കൂടിയാണ്. ഈ സ്വീറ്റ്സും അതുപോലെ തന്നെ ചോക്ലേറ്റ്സൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ എനിക്കുള്ളത്. അങ്ങനെ ഞാനൊരു 3 മാസം കംപ്ലീറ്റ്ലി ഇതൊക്കെ ഒഴിവാക്കി നിന്ന് നോക്കി. എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച കാര്യം എനിക്ക് അടിപൊളിയായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ക്രേവിങ്സും കാര്യങ്ങളൊക്കെ പോയി. എനിക്ക് ക്രേവിങ്സ് വരുമ്പോഴേക്ക് എന്തെങ്കിലും ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ സ്വീറ്റ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിട്ട് മാറും കേട്ടോ. എന്തായാലും കഥ പറയാണെങ്കിൽ നമുക്ക് ബ്രൗണി റെസിപ്പിയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബട്ടറും എടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 3 മുട്ടയായിട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ റെഫറൻസിൽ വെച്ചിട്ടാണോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു എഗ്ഗ് അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലെ കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അത് മറന്നുപോയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് മൈദയും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡറും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. എന്നിട്ട് അതും ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതുപോലും അറിയരുത് കേട്ടോ അത് ഇളക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഒരേ ഡയറക്ഷനിൽ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം യോജിക്കുന്ന വിധത്തിൽ നമ്മുടെ ബാറ്റർ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ, ഒരേ ഡയറക്ഷനിൽ. എന്നിട്ട് ഞാൻ ഈ ഒരു പാനിലാണ് കേട്ടോ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പാനിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിലേക്കാണ് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ബാറ്ററിന് പോലും ഞാൻ വെറുതെ വിട്ടില്ല കേട്ടോ. എന്നിട്ടും ഇങ്ങനെ എല്ലാം ഒപ്പിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒരു ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കട്ടിയുള്ള പാത്രം ഞാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാട്ടോ ബ്രൗണി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ പാൻ വെച്ചിട്ട് അതിലാണ് ബ്രൗണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ റെഫറൻസ് വീഡിയോ കണ്ടതിൽ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിം ആൻഡ് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലായിരുന്നു കണ്ടത്. പക്ഷേ ഞാൻ ഈ ലോ ഫ്ലെയിമിലിട്ടപ്പം എനിക്ക് കേക്ക് വേവാത്ത പോലെ തോന്നി. പക്ഷേ ആ ഒരു ടെക്സ്ചർ ആയിരുന്നു അതിന് വേണ്ടത് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ബ്രൗണിക്ക് ആ ഒരു ടെക്സ്ചറാണ് വേണ്ടത് എന്നുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രൗണിൻ്റെ അടിഭാഗം ഒരു ഓവർ ബേക്കായ പോലെ എനിക്ക് തോന്നി. അത്ര ബേക്ക് ആവണ്ട എന്നുള്ളത്. പക്ഷേ എന്തായാലും ടേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയായിരുന്നു. ടേസ്റ്റ് വൈസും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടോപ്പ് പോർഷനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പോർഷനൊക്കെ കറക്റ്റ് ബ്രൗണി ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ബ്രൗണി ഉണ്ടാക്കിയ സ്റ്റോറി എന്ന് പറയുന്നത്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടാട്ടോ ഞാൻ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.